ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. ഞാനും അമ്മയും കുഞ്ഞിനും കൂടെ ഇന്നൊന്ന് കഞ്ഞിക്കുഴി വരെ പോയതാണ്. ഞങ്ങൾക്കൊന്ന് ബാങ്ക് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ബാങ്കിലേക്ക് പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാനന്ന് സ്കൂളിലൊക്കെ പോയിക്കൊണ്ട് വന്ന വഴിയൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് മയപ്പെടുത്തി എടുത്തു. അപ്പം ഞങ്ങളൊന്ന് കടയിൽ കയറിയായിരുന്നു ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എഴുതി. അപ്പോൾ അവിടെ ലേസ് കണ്ടപ്പോഴത്തേക്കും ഞാനപ്പം അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴത്തേക്കും അതൊരെണ്ണം മേടിച്ച് കൊടുത്തു. അത് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. 20 രൂപയുടെ ഒരു ലേസാണ് മേടിച്ചത്. ഈ വഴി കൂടിയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നടന്നുകൊണ്ടിരുന്നത്. 10ലും +1 +2ലും ഞാൻ ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുമ്പോഴും നേരെ വന്ന് കിടക്കുക ചെയ്തത്. തലവേദന എടുത്തിട്ട് മേലായിരുന്നു. വെയിലല്ലായിരുന്നോ, നല്ല വെയിലല്ലേ. അങ്ങനെ നടന്ന് തളർന്നാണ് വന്ന് കിടന്നത്. കുറേ നേരം അവിടെ കിടന്ന് കുറച്ച് നേരം ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കുറച്ച് ജോലിയൊക്കെ തീർത്തിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കുറച്ച് ജോലിയുണ്ട്, തുണി മടക്കാനും കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. അതൊക്കെ തീർക്കാമെന്ന് പെട്ടെന്ന് എണീറ്റ് അതൊക്കെ ഞാൻ തുണി മടക്കാൻ കയറി, അമ്മ വേറെ ജോലിക്ക് കയറി. അങ്ങനെ കുറച്ച് തുണിയൊക്കെ ഞാൻ പെട്ടെന്ന് വേഗം മടക്കിയപ്പോഴത്തേക്കും ചേട്ടൻ വരാറായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്നതിന് മുമ്പേ റെഡിയാകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് തുണി മടക്കാനൊക്കെ പെട്ടെന്ന് കയറിയത്. അങ്ങനെ തുണി മടക്കൊണ്ടിരുന്ന ഇടയിലാണ് ഞാൻ അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് നോക്കിയത്. നല്ല ഭംഗിയോടെ അമ്മ നിർത്തിയിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിലോ ഒരു മരിപ്പ് വീട്ടിലോ ഒരു ആണ്ട് വീട്ടിലോ എവിടെ പോയാലും ഒരു ചെടി കൈ കൊണ്ടേ അമ്മ വരാറുള്ളൂ. എവിടെ കണ്ട് ഇഷ്ടപ്പെട്ടാലും മേടിച്ചുകൊണ്ട് പോരും. മേടിച്ചോണ്ടല്ല, അവിടുന്ന് ചോദിച്ച് പറിച്ചുണ്ടെങ്കിൽ പോരും. അങ്ങനെ കുറേ ചെടികൾ അങ്ങനെ പല പാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി അമ്മ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയോടെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പച്ചമുളക്, കാന്താരി അങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ആകപ്പാട് കിളുക്കാത്തൊരു സാധനം കറിവേപ്പിലയാണ്. അതെന്താ അറിയത്തില്ല, വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിലൊന്നും ആകുന്നില്ല. അത് അത്യാവശ്യമുള്ള സാധനം അതല്ലേ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കറിവേപ്പില കറിക്കകത്തൊക്കെ ഇടുന്നത്. അത് കുറവാണ്. പിന്നെ ചീരയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ ചീരൊക്കെ ഇതായിട്ട് നിൽപ്പുള്ളൂ. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ വരുന്നതുകൊണ്ട് സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു കാപ്പിക്ക് എന്നാലും മേടിക്കാൻ പോകാൻ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഇങ്ങനെ മറ്റേ കാ വറുത്തത്, മുളക് പൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത്. അപ്പോൾ ഞാനപ്പനും മന്നെന്നും പറഞ്ഞു ഞാൻ വണ്ടി കയറിയിരുന്നു. ഞാനപ്പനും മന്നെന്നും പറഞ്ഞു ഞാനപ്പനും ഓടി പുറകെ വന്നു. അപ്പം ഞാൻ എൻ്റെ സ്കിന്നൊന്ന് നോക്കുമായിരുന്നു. മൊത്തം കുരുവായി, ടാൻ അടിച്ച് മൊത്തം കുരു വന്ന് പോയ പാടും അതും ഇതൊക്കെ ആയിട്ട് മൊത്തം വൃത്തികേടായി. ഭയങ്കര ഒരു ഞാൻ പഴയ ആളല്ലാതായ പോലെ. അപ്പോഴത്തേക്കും സ്റ്റഡൊക്കെ കുത്തിയ നോക്കുമായിരുന്നു. എൻ്റെ സ്റ്റഡൊക്കെ ഞാൻ ഊരിയായിരുന്നു, ഗോൾഡൊക്കെ ഊരിയായിരുന്നു. അപ്പോഴത്തേക്കും കുത്തിയ പാടൊക്കെ നോക്കുക, എല്ലാം ഊരിയിട്ടിട്ട് എല്ലാം അടഞ്ഞു പോയി, കുത്തിയിരുന്ന എല്ലാ ഭാഗവും. പിന്നെ കുറച്ച് നേരം അത് നോക്കിയിരുന്നിട്ട് നേരെ ഞങ്ങൾ കടയിലേക്ക് പോയി. അപ്പോൾ അടുത്ത് തന്നെയുള്ളതാണ്. മുളക് ബജിയും കോളിഫ്ലവറുമാണ് പ്രതീക്ഷിച്ച് പോയത്. പക്ഷെ അവിടെ അതില്ലായിരുന്നു. ഇതിവിടെ അടുത്ത് കുറേ കൊയ്ത്തും നമ്മുടെ ഇപ്പോഴത്തെ കൊയ്ത്തല്ലോ മറ്റേ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഓരോ പാടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കുറേ കണ്ടു. ആ വഴി കൂടെ, പാടമുള്ള വഴി കൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് മേടിച്ച സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. നമ്മുടെ അവിടെ നിന്ന് വാതിക്കലോട്ട് ഇച്ചിരി കയറാനായിട്ട് ഒരു ഇടവഴിയുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ കാപ്പി കുടിച്ചു. കട്ടനും പിന്നെ ഞാൻ ഉഴുന്നുവടയാണ് എടുത്തത്. ഉഴുന്നുവട ടേസ്റ്റിലായിരുന്നു. പക്ഷെ അവരുടെ ഈ ബജീസൊക്കെ നല്ല സൂപ്പറാണ്. പിന്നെ കുളിച്ച് റെഡിയായി സെറ്റായി ഞങ്ങൾ 4 പേരും കൂടെ, 4 അല്ല 5 പേരും കൂടെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങി. അപ്പം അവർ വേറെ വഴിയും ഞങ്ങൾ വേറെ വഴിയും കൂടെ പോയത്. ഞാനും കുഞ്ഞനും ചേട്ടായും പിന്നെ അണ്ണനും അമ്മയും കൂടെ വേറെ വണ്ടി. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി വിളക്കൊക്കെ കത്തിച്ചു. അപ്പം അകത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊന്ന് കണിച്ചുകുളങ്ങര വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും കാര്യം നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കഞ്ഞിക്കുഴിക്ക് പോകാമെന്ന് വിചാരിച്ചു. നേരെ കഞ്ഞിക്കുഴിയിലേക്ക് പോന്നു. അപ്പോഴത്തേക്കും അവർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവർ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ദാഹിച്ച്, ഇപ്പോഴത്തെ ചൂടല്ലേ, വൈകുന്നേരം ആണെങ്കിൽ മഴക്കോളും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മഴ പെയ്യാനിങ്ങനെ നിൽക്കുന്ന കൊണ്ട് ചൂട് കൊണ്ട് മേലായിരുന്നു. അങ്ങനെ നേരെ കയറി ഒരു വെള്ളവും കുടിച്ചു, നേരെ വീട്ടിൽ വന്നു, ചോറും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.